ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2 സെറ്റ് യൂണിഫോം, 1 വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം. ട്യൂഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഡൊണേഷൻ 100% സൗജന്യം. മട്ടന്നൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് പ്രക്ഷോഭം തുടങ്ങുമെന്ന് UDF കൗൺസിലർമാർ അറിയിച്ചു. മെയ് 19 രാവിലെ 10 മണി മുതൽ 5 വരെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപവാസ സമരം നടത്തുമെന്നും UDF കൗൺസിലർമാർ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഏപ്രിൽ 25 ചേർന്ന കൗൺസിൽ യോഗത്തിൽ 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ അജണ്ട വെച്ചിരുന്നു. പ്രതിപക്ഷം എതിർപ്പ് ഉയർത്തിയപ്പോൾ കൗൺസിൽ യോഗം കാണാതെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്നാണ് ചെയർമാൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ടും പ്രാഥമിക മറുപടിയും അംഗീകരിച്ചെന്നാണ് തീരുമാനം വന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിലിൽ വയ്ക്കുകയോ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല. ഒട്ടേറെ ന്യൂനതകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണിതെന്നും UDF കൗൺസിലർമാർ ആരോപിച്ചു. ആ റിപ്പോർട്ട് ഇവിടെ അംഗീകരിക്കാൻ പാടില്ല, മാറ്റിവെക്കണം, അത് അവ്യക്തത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞത് അത് ഉദ്യോഗസ്ഥന്മാരെടുത്ത് അതിൻ്റെ മറുപടി വാങ്ങി കൗൺസിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് അംഗീകരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ തീരുമാനം എന്ന നിലയിൽ വന്നത് 20 ഓഡിറ്റ് റിപ്പോർട്ടും 23-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും പ്രാഥമിക മറുപടിയും അംഗീകരിച്ചതാണ്. ഇത് യഥാർത്ഥത്തിൽ കൗൺസിലിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് ആ യോഗത്തിൽ തുടക്കത്തിൽ തന്നെ കാര്യം പറഞ്ഞപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണെന്നാണ്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഭരണസമിതിയുടെ ആളുകൾ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഇവരൊക്കെ ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നല്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു. കാലവർഷം വരാനിരിക്കെ യാത്രാക്ലേശം രൂക്ഷമാകും. ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ മിക്കവയും പാഴ്വാക്കായി. ജനപ്രതിനിധികൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത നിലയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. 35 വാർഡുകളിൽ നല്ല റോഡ് ഏതാണെന്ന് കേട്ടി പറയുന്നതായിരിക്കും നല്ലത്. ബാക്കി മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും നഗരസഭയുടെ എല്ലാ ഭാഗത്തും പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നിങ്ങളൊക്കെ ദിനംപ്രതി ഇന്നോണം മട്ടന്നൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ആ റോഡുകളൊക്കെ ഒരു തരത്തിലും ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്, കാലവർഷം വരാൻ പോവുകയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം റോഡുകൾ എങ്ങനെ ഉപയോഗിക്കും? UDF കൗൺസിലർമാരായ P. രാഘവൻ, PP. ജലീൽ, VN മുഹമ്മദ്, C. അജിത് കുമാർ, T. സുജിത, മിനി രാമകൃഷ്ണൻ, പ്രിയ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.